റിപ്പോർട്ടർ ഫാക്ട് ചെക്ക്. ഇന്നലെ കണ്ണൂരിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ അടുത്തേക്ക് അവരെ സ്പർശിക്കുന്ന രീതിയിൽ, അവരെ ശാരീരികമായി കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് KSU പ്രവർത്തകരെത്തിയോ? ദൃശ്യങ്ങൾ വരുന്നു. CPM വാദം പൊളിച്ച് KSU പുതിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. ആരോഗ്യമന്ത്രിയുടെ അടുത്തേക്ക് പ്രതിഷേധക്കാർ എത്തിയിട്ടില്ലെന്ന് കൂടുതൽ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. തുടക്കം മുതലുള്ള ദൃശ്യങ്ങളുണ്ട്, നമുക്കതൊന്ന് കാണാം. ഇത് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന KSU പ്രവർത്തകർ മന്ത്രി വരുന്നത് കാത്തു നിൽക്കുന്നു. ഈ രണ്ടുപേരും മന്ത്രി വരുന്നത് കാത്തു നിൽക്കുകയാണ്. നീല ഷർട്ടുള്ളവർ മന്ത്രി വരുന്നത് കണ്ടു. അവർ കരിങ്കൊടി എടുക്കുന്നു. വളരെ പെട്ടെന്ന് പ്രതിഷേധം. ഇതാണ് ദൃശ്യങ്ങൾ. ആ സമയത്ത് മന്ത്രിയുടെ മുന്നിൽ പോലീസുണ്ട്. ഇത്രയും ആളുകളാണ് അവിടെയുള്ളത്. മന്ത്രി നിൽക്കുന്നത് പോലീസ് വലയത്തിനുള്ളിലാണ്. അവർ തമ്മിലുള്ള അകലവും പ്രേക്ഷകർക്കരം. ആ സമയത്ത് പോലീസ് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് പോലീസ് വലയത്തിനുള്ളിലാണ്. മറ്റൊരു KSU പ്രവർത്തകനെ കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് പുറത്തുനിന്ന് മറ്റൊരു വിഭാഗം KSU പ്രവർത്തകർ കൂടി എത്തുന്നുണ്ട്. രണ്ടായിട്ടാണ് വരുന്നത്. രണ്ടാമത് വരുന്നവരും മന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നില്ല. അവിടെയും പോലീസ് അവരെ പിടിച്ചു നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രണ്ട് ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. മന്ത്രി പോലീസിന്റെ സുരക്ഷാ വലയത്തിൽ തന്നെയാണ്. ആ സമയത്ത് KSU പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോകുന്നു. ഇതാണ് ആ ദൃശ്യങ്ങൾ. ഒരിക്കൽ കൂടി കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിടുകയാണ്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ KSUവിലെ രണ്ട് പ്രവർത്തകർ നിൽക്കുന്നു. അവരവിടെ കരിങ്കൊടി താഴെയിട്ട് നിൽക്കുകയാണ്. അവർ ആരോഗ്യവകുപ്പ് മന്ത്രി വരുന്നത് നോക്കി ഒളിഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ സമയത്ത് മന്ത്രി വരുന്നത് കാണുന്നു. വളരെ പെട്ടെന്ന് കരിങ്കൊടിയുമായിട്ട് താഴെ നിന്നെടുത്ത് വളരെ വേഗം പോകുന്നു. മുദ്രാവാക്യം വിളിക്കുന്നു. ഇവിടെ ഉയർത്തിപ്പിടിക്കുകയാണ്. ആ സമയത്ത് വെളുത്ത വസ്ത്രത്തിൽ ഒരു പോലീസുകാരനെ പ്രേക്ഷകർക്ക് കാണാം. പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് കാണാം. ഇതാണ് കൂടുതൽ ദൃശ്യങ്ങൾ. മന്ത്രിയും KSU പ്രവർത്തകരും തമ്മിൽ 3 പോലീസുകാരുടെ അകലമുണ്ട് ഈ ഘട്ടത്തിൽ. ഈ ദൃശ്യത്തിൽ നമുക്കത് കാണാം. മന്ത്രിയെ 2 വനിതാ പോലീസുകാർ പിടിച്ചു നിൽക്കുന്നതും കാണാം. KSU പ്രവർത്തകരെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു. ആ സമയത്ത് മറ്റൊരു പ്രവർത്തകരെ കൂടി പോലീസ് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ പോലീസ് വലയത്തിൽ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി നിൽക്കുന്ന ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. ഈ സമയത്ത് വീണ്ടും ഒരു വിഭാഗം, കുറച്ച് KSU പ്രവർത്തകർ കൂടി എത്തുന്നുണ്ട്. അതും ദൃശ്യങ്ങളിലുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം. KSUവിൻ്റെ പ്രവർത്തകർ എത്തുന്നു. അവരെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ അടുത്തേക്ക് KSU പ്രവർത്തകർ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് KSU പ്രവർത്തകർ നൽകുന്ന വിശദീകരണം. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ഒന്നാമത്തെ പ്ലാറ്റ്ഫോം ഒരിക്കൽ കൂടിയ ദൃശ്യങ്ങൾ. KSU പ്രവർത്തകർ നിന്ന് മന്ത്രി എത്തുന്നതുവരെ കാത്തുനിന്ന് മന്ത്രി എത്തി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം അവിടെ നിന്നും കൊടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. മുദ്രാവാക്യം വിളിക്കുന്നു. പ്ലാറ്റ്ഫോമിൽ നിന്ന് മന്ത്രി വരുന്ന സ്ഥലത്തേക്ക് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോകുന്നു. രണ്ടുപേരാണ്. അവരെ അപ്പോഴേക്ക് തന്നെ പോലീസ് പിടിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളിലുണ്ട്. ഏകദേശം 2-3 പോലീസുകാരുടെ അകലമുണ്ട് മന്ത്രിയും ഒപ്പം KSU പ്രവർത്തകരും തമ്മിൽ. കയ്യിൽ ഇപ്പോൾ ആ കൊടി കാണാം പ്രേക്ഷകർക്ക്. ഇനി മറുഭാഗത്തും ഒരു ദൃശ്യമുണ്ട്. മന്ത്രിക്ക് ചുറ്റും പോലീസ് സംരക്ഷണ വലയം തീർത്തിട്ടുണ്ട്. കസ്റ്റഡിയിൽ KSUക്കാരെ കൊണ്ടുപോകുന്നു. ആ സമയത്ത് മറ്റൊരു പ്രവർത്തകനെ കൂടി മാറ്റുന്നുണ്ട്. ആ സമയത്തും മന്ത്രി പോലീസുകാർക്ക് നടുവിലാണ്. ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ മന്ത്രിക്കൊപ്പമുണ്ട്. ആ സമയത്ത് KSUവിന്റെ മറ്റ് 2 പ്രവർത്തകർ കൂടി വരുന്നതായിട്ട് ഈ ദൃശ്യങ്ങളിൽ കാണാം. അവരും മന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നില്ല. അവരും 2-3 പേര് പോലീസിന്റെ അകലത്തിൽ തന്നെയാണ് KSU പ്രവർത്തകർ അവിടെ നിൽക്കുന്നത്. മന്ത്രിയുടെ തൊട്ടടുത്ത് എത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ KSU പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. മന്ത്രി എത്തിയുടൻ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അവർ പ്രതിഷേധിച്ചത്. അർജുൻ കല്യാടുണ്ട്. അർജുൻ കല്യാട്, ഇപ്പോൾ KSU പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യത്തിൽ KSU പ്രവർത്തകർ മന്ത്രിയുടെ തൊട്ടടുത്ത് ശാരീരികമായി കയ്യേറ്റം ചെയ്യുന്ന അകലെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്, അല്ലേ അർജുൻ കല്യാട്?
തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, ആ ദൃശ്യങ്ങളിൽ വ്യക്തമാവുന്നത് അതുതന്നെയാണ്. കാരണം ഈ പ്രതിഷേധം നടത്തുന്നതിനും, അതായത് ഇന്നലെ ഏകദേശം ഒരു 3:30 കൂടിയാണ് വന്ദേ ഭാരത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തേണ്ടത്. അതിനു മുൻപ് തന്നെ ഈ KSU പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയും അവിടെ നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു. റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിനകത്താണ് ഈ പറയുന്ന KSU പ്രവർത്തകർ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് അതുലിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു KSU പ്രവർത്തകനും അവിടെ മന്ത്രി എത്തുന്നത് കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ച് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. മന്ത്രി എത്തി ഈ പ്ലാറ്റ്ഫോമിനകത്തേക്ക് കടക്കുന്നുണ്ടോ എന്ന് 2 or 3 തവണ അവർ ഈ പറയുന്ന പ്ലാറ്റ്ഫോമിൽ എൻട്രൻസിൻ്റെ ഭാഗത്തേക്ക് പോവുകയും ഇങ്ങനെ എത്തി നോക്കുകയും മന്ത്രി ഈ പ്ലാറ്റ്ഫോമിനകത്തേക്ക് കടന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുകയും പിന്നീട് അല്പം പുറകോട്ട് മാറി നിൽക്കുകയും വീണ്ടും അതേ രീതിയിൽ തന്നെ മന്ത്രി എത്തിയോ എന്നുള്ളത് അന്വേഷിക്കുകയും അങ്ങനെ മന്ത്രി ഈ പ്ലാറ്റ്ഫോമിനകത്തേക്ക് കടക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ ഒരു പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കുന്നത്. അവർ കരിങ്കൊടി, അതിൽ ഒരാളുടെ കൈവശമാണ് കരിങ്കൊടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. ആ കരിങ്കൊടിയുമായി മന്ത്രി നടന്നു വരുമ്പോൾ അവരുടെ അടുക്കലേക്ക് മുദ്രാവാക്യം വിളിച്ച് പോകുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. ആ ഘട്ടത്തിൽ തന്നെ, അതായത് മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർ അവിടെ നിന്നും മന്ത്രി വരുന്നതിനിടയിലേക്ക് പോകുമ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അതിന് നടുവിലായി ഒരു വലയം ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം അതിൻ്റെ ഈ പറയുന്ന വരുന്ന പ്രവർത്തകരെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അവിടെ നടക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ, അതായത് ഇപ്പോൾ KSU പുറത്തുവിട്ടിട്ടുള്ള KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് പുറത്തുവിട്ടിട്ടുള്ള ആ ദൃശ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇത് തന്നെയാണ്. കാരണം മന്ത്രിയുടെയും ഈ പ്രതിഷേധക്കാരുടെയും ഇടയിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർ ഏകദേശം ഒരു കൈ അകലത്തിനും അപ്പുറത്താണ് മന്ത്രി നിൽക്കുന്നത്. അല്ലെങ്കിൽ മന്ത്രിയുടെ കൈ അകലത്തിലല്ല ഈ പ്രതിഷേധക്കാരുണ്ടായിരുന്നത്. അതായത് ഇവർ തമ്മിൽ ആക്രമിക്കാൻ പര്യാപ്തമായ, അല്ലെങ്കിൽ അതിനും അധികമായിട്ടുള്ള ദൂരപരിധി ഇവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 2 പേരായിരുന്നു ആദ്യം പ്രതിഷേധിച്ചത്. പിന്നീട് പിന്നീട് ഒരു 3 പേർ കൂടി പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ആ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലും മന്ത്രിയുടെ തൊട്ടടുത്ത്, അതായത് മന്ത്രിയെ ആക്രമിക്കാൻ പര്യാപ്തമായ ഒരു കൈ അകലത്തിൽ അല്ലെങ്കിൽ ഒരു കൈ ദൂരത്തിൽ മന്ത്രി ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ പ്രതിഷേധക്കാർ മന്ത്രിയുടെ അടുക്കലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് CPIMൻ്റെ നേതാക്കൾ MB ജയരാജൻ തന്നെ നടത്തിയിട്ടുള്ള ആ വാദം പൊളിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ആ വാദത്തെ അപ്പാടെ തിരസ്കരിക്കുന്ന രീതിയിലേക്കുള്ള KSU ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത്. KSUവിൻ്റെ സംസ്ഥാന നേതാവായിട്ടുള്ള മുഹമ്മദ് ഷമ്മാസ് ഇന്നലെ തന്നെ വലിയ രീതിയിൽ ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഇന്ന് രാവിലെ മുഹമ്മദ് ഷമ്മാസ് റിപ്പോർട്ടിനോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഓരോ ദൃശ്യങ്ങളും ഞങ്ങളും ഇതിൻ്റെ പുറകിൽ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്, CPIM ഉയർത്തുന്ന വാദങ്ങളെ എല്ലാം ഞങ്ങൾ പൊളിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം ഉൾപ്പെടെ KSUവിൻ്റെ ഭാഗം നടത്തിയിരുന്നു. എന്തായാലും അതിൻ്റെ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള കൂടുതൽ വ്യക്തത വരുത്തുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ KSUവിൻ്റെ ഭാഗത്തു നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം വളരെ വ്യക്തതയോടുകൂടി നമ്മൾ പറയുകയാണ് ഡോക്ടർ, അതായത് ഇതിനകത്ത് ആത്യന്തികമായി അല്ലെങ്കിൽ വളരെ ആധികാരികമായി പറയാൻ വേണ്ടി കഴിയുന്ന ഒരു ദൃശ്യം അതിപ്പോഴും കാണാമറയത്താണ്. അങ്ങനെ ഒരു ദൃശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാര്യം വ്യക്തമാക്കേണ്ടത് പോലീസാണ്, RPF ആണ്. അവർ ഇപ്പോഴും ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. അത് റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യമാണ് ഡോക്ടർ. ഓക്കെ അർജുൻ കല്യാൺ, അത് തന്നെയാണ്. നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോഴാണ് അതിൻ്റെ ഒരു സമഗ്ര ചിത്രം കിട്ടുക. ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടത് KSU പ്രവർത്തകർ നൽകിയ ദൃശ്യങ്ങളാണ്. അതിൽ KSU പ്രവർത്തകർ മന്ത്രിയുടെ അടുത്തേക്ക് വരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ KSU പ്രവർത്തകർ നൽകിയ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തവുമാണ്.